എന്തായി? അവൻ സമ്മതിച്ച്. എന്തു പണ്ടാരാണവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്കൊരു പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആവശ്യമായി പോയി. എടാ ഇവനെ വേറെ ആരും കൊണ്ടാണ്ട് നോക്കുള്ളൂട്ടാ. എന്നിട്ട് നീ നിറങ്ങാൻ പോയിട്ട് നിനക്ക് എന്നാ പേര് കിട്ടിയേ? സാർ ഇവിടെ ഉള്ളമാരൊക്കെ കള്ളപ്പേരുകളാണ്. ഒരാൾക്ക് തന്നെ 4-5 പേരുണ്ട്. അപ്പോൾ നമ്മൾ മയിലാടുംകുട്ടി ജോയി അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അനുമാരുടെ കൂട്ടത്തിൽ ആരും ആവാലോ. പിന്നെ നീ എന്നെ വിചാരിച്ചേ 1-ാം ക്ലാസ്സിൽ പേര് വിളിച്ച് അറ്റൻഡൻസ് എടുക്കുന്ന പ്രതികളെ പോകാമെന്നാണോ? എടാ 10-20 വർഷമാണ് ഞാനൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. വ്യക്തിവൈരാഗ്യം മൂലം വനിതാ പോലീസിന്റെ പരാതിയിൽ പ്രതിയെ സ്റ്റേഷനിൽ വരുത്തി പീഡിപ്പിച്ചു. എന്നിട്ട് വീഡിയോ എടുത്ത ആളെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തി. അത് അപകട മരണമാക്കി തീർക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. നമ്മുടെ പേരിൽ നരകത്തിൽ കേസെടുക്കാൻ വേറെ വല്ലതും വേണോ? ഇണക്കുമില്ലായിരുന്നോ ദാസ ഒരമ്മ? അവരെ ആരെങ്കിലും ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിനക്ക് നോവില്ല? എനിക്ക് നോവും. എൻ്റെ അമ്മ ചത്തപ്പോ ഒരു കുഴി വെട്ടി മൂടിയിട്ട് അപ്പണിങ്ങോട്ട് പോയി. 3-4 ദിവസം ഞാൻ പട്ടിണി കിടന്നു. ഒരുത്തൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. വൈദ്യകാരി പാറുന്ന മോൻ പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ച് കാണും. 20 കൊല്ലം ഏത് സർക്കാരിനെ പിടിച്ചിട്ടാണ് നമ്മളോട് ജീവിച്ചത്. ഏതേലും ഒരുത്തന്നെ ഒഴിപ്പിക്കാൻ വന്നിട്ടുണ്ടോ നമ്മളെ തുറക്കാരൻ? ഒഴിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാന്ന് ഉണ്ടാന്ന്. നിന്റെ സർക്കാരിന്റെ ജയിലിലോട്ട് ഇത് കയറ്റാൻ എനിക്കറിയാമെങ്കിൽ നീ എന്നെ തീർത്ത് കാണിയിട്ട. இந்த படத்தில் நான் தான் ஹீரோ. ஆக்சுவலாக உங்களுக்கு தெரியாமல் சொல்கிறேன். ஏன்னா அவருக்கு நான் வில்லனா, எனக்கு அவர் வில்லன் தானே. லாஜிக் கரெக்டான உங்களுக்கெல்லாம். நமக்கு ஒருத்தர் வில்லனா, அப்புறம் அவருக்கு நான் வில்லனா, எனக்கு அவர் வில்லன் தானே. பாதியில் குறுக்கிட்டு அவர் வில்லன் தானே.